മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്നേ ദിവസം വിശുദ്ധ മർക്കോസ് അറിയിച്ച കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 verse 9. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമുക്കറിയാം ഇതിനെ കുറിച്ചാണ് ആ വചനമെന്ന്. വിവാഹം കഴിച്ച് അധിക നാള് കഴിയുന്നതിന് മുമ്പ് ഒരു ദമ്പതികള് കിടന്നു വന്നു. എന്നുവെച്ചാ ഞങ്ങൾക്ക് വിവാഹമോചനം ആവശ്യം, ഡൈവേഴ്സ് വേണം. ഭാര്യയാണ് വളരെ താല്പര്യപൂർവ്വം അത് വെളിവാക്കി. ഇയാൾക്ക് വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഞാൻ ഒരു ശരീരം മാത്രമാണ്. അയാള് എപ്പോഴും അശുദ്ധമായ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞാനും ഒരു അഭിനയം കാഴ്ചവെക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുവാൻ എനിക്കൊരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് വേർപിരിഞ്ഞ് ജീവിക്കുവാൻ അനുവദിക്കണം. ഇതായിരുന്നു ആ സ്ത്രീയുടെ ആവശ്യം. ഇത് പറഞ്ഞു വെച്ചത് നിസ്സാര കാര്യങ്ങളുടെ പേരില് ഇന്ന് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് നമ്മൾ ഒരുപക്ഷെ ഭയപ്പെട്ടു പോകും. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. എനിക്ക് പറ്റുന്നില്ലെങ്കിൽ വിട്ടേച്ചു പോവുക. കുടുംബജീവിതത്തിന് മൂല്യങ്ങളൊക്കെ വിട്ട് സ്വാർത്ഥതയിലേക്ക് കടന്നു പോകുന്ന ഒരു ലോകം എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവുകയില്ല. ഇവിടെയാണ് ഇന്നത്തെ വചനം. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്തുവാൻ അവകാശമില്ല. ദൈവം അനാദിയിലെ നമ്മളെ കണ്ടു, നമ്മളെ ഒന്നിപ്പിച്ചു. ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ചാണ് ഓരോ ഭർത്താവിനെയും ഭാര്യയെയും ദൈവം ഒന്നിപ്പിക്കുന്നത്. അത് വിജയത്തിലെത്തിക്കുവാൻ രണ്ടുപേരും അങ്ങേയറ്റം പരിശ്രമിക്കണം. കുറവുകൾ കാണുമില്ലെന്നല്ല, ആ കുറവുകളെ എല്ലാം ഫേസ് ചെയ്ത് കർത്താവിങ്കിലേക്ക് രണ്ടുപേരും അടുക്കുവാൻ പരിശ്രമിക്കുമ്പോഴാണ് നല്ലൊരു കുടുംബജീവിതം സംസ്ഥാപിതമാവുക. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. കുടുംബജീവിതത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ, ആ ബന്ധത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.